നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്താ ഭ്രാന്ത് പിടിച്ചോ? അതെ, ഭ്രാന്ത് തന്നെയാ. അവസാന നിമിഷം എന്റെ എല്ലാ സ്വപ്നങ്ങളും ആ ഭാവന തകർത്തത്. എന്നാലും ഒരു 5 മിനിറ്റ് കൂടെ ദൈവത്തിന് അവളെ ആ വീൽ ചെയറിൽ ഇരുത്തിക്കൂടായിരുന്നു. ഇതൊരു വല്ലാത്ത ചതിയായി പോയി. ഇനിയിപ്പോ ഏട്ടൻ പറയുന്ന പോലെ പെട്ടിയെടുത്ത് പൊടിയും തട്ടി പോവാ എല്ലാവർക്കും. ഇല്ലമ്മേ, അങ്ങനെ അങ്ങ് പോകാനല്ലല്ലോ നമ്മളിവിടെ വന്നത്. ചുമ്മാതിരുന്ന് എന്നെ വിളിച്ചു വരുത്തി വേണ്ടാത്ത ആശകൾ തന്ന് വെറുതെ അങ്ങ് പോവാൻ പറഞ്ഞാൽ ഞാൻ പോവില്ല. പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യാൻ പോവാ? ഇവിടെ എനിക്കല്ല ചെയ്യാനുള്ളത്, അച്ഛനാ. ഞാനെന്ത് ചെയ്യാനാ? പറയാം. എന്റെ ഭാവി പബ്ലിക്കിന്റെ മുന്നിലാ ഇല്ലാതായത്. അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടിയേ പറ്റൂ. അത് നഷ്ടപരിഹാരമായി തന്നെ അച്ഛൻ ചോദിക്കാൻ വേണം. ഇവിടെ നമുക്ക് ആന്റിയെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ആന്റിയോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് അവിടെ നടന്നത്. നീ പറയുന്നതൊക്കെ കാര്യം തന്നെയാ എന്ന് കരുതി പെട്ടെന്ന് കയറി നഷ്ടപരിഹാരം ചോദിക്കുന്നതൊക്കെ എങ്ങനെയാ? പെട്ടെന്ന് ചോദിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്തായാലും എന്നോടിപ്പോ എല്ലാവർക്കും സഹതാപം ഉണ്ടാവും. അത് ഭാവനയുടെ വീട്ടുകാർക്കായാലും ഇവിടെ ഉള്ളവർക്കായാലും. ആ സഹതാപം നമ്മൾ ശരിക്കും മുതലാക്കണം. മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ എന്തൊക്കെ ന്യായം പറഞ്ഞാലും കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോകാനല്ലേ പറ്റത്തുള്ളൂ. ഒരിക്കലും ഇല്ലച്ചാ. നമുക്കവര് എന്ത് തന്നാലും നമ്മൾ വാങ്ങില്ല. ഇവിടെ അച്ഛന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തെടുക്കണം. എനിക്കിവിടെ ആരോടും ഒരു ദേഷ്യമില്ലാത്ത പോലെ ഞാൻ പെരുമാറും. ഭാവനയെ സൂര്യ കല്യാണം കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? സന്തോഷം അഭിനയിക്കുന്നുണ്ടോ? അതെ അച്ഛാ. ആദ്യം എനിക്ക് ആന്റിയുടെ ഇനിയുള്ള തീരുമാനം എന്താണെന്നറിയണം. അതിനുശേഷം ഞാൻ തീരുമാനിക്കും ആന്റിയെ വിശ്വസിക്കണോ വേണ്ടയോ. അല്ല, നീ നഷ്ടപരിഹാരം ചോദിക്കണോന്ന് പറഞ്ഞല്ലോ. അത് എത്ര ലക്ഷം വേണമെന്ന് കൂടി പറ. നമ്മളിപ്പോ എത്ര ലക്ഷം ചോദിച്ചാലും ആന്റി തരും. ഒരു പെൺകുട്ടിയുടെ ജീവിതം അവരെ തകർത്തത്. ഒരിക്കൽ കതിർ മണ്ഡപത്തിൽ കയറിയ പെണ്ണിന്റെ കല്യാണം മുടങ്ങിയ പിന്നെ ഒരിക്കലും ആ പെൺകുട്ടിക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാവില്ല. ഈ ഒരൊറ്റ കാരണം പറഞ്ഞു വേണം അച്ഛൻ സംസാരിക്കാൻ. അതൊക്കെ ഞാൻ ഏറ്റുമോളെ. ഈ പാലത്തറ ഏജന്റ് ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എത്ര കാശാ നഷ്ടപരിഹാരം ചോദിക്കേണ്ടെന്നും കൂടെ നീ പറ. അതെ മോളെ, അതുകൂടെ നീ ഇങ്ങോട്ട് പറഞ്ഞതാ. നമുക്കിപ്പൊ കാശല്ല അച്ഛ വേണ്ടത്, ഒരു വീടാണ്. എന്റെ ഭാവി നഷ്ടപ്പെടുത്തിയതിന് പകരമായി ഈ വീട് നമുക്ക് തരാൻ അച്ഛൻ ആവശ്യപ്പെടണം. ഈ ആവശ്യം ചിലപ്പോ അങ്കിളിന് ഇഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷെ ആന്റിയും സൂര്യയും എതിർക്കാൻ ചാൻസ് ഇല്ല. അയ്യോ മോളെ, ഈ ആവശ്യം അവർ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം അച്ഛൻ അത്ര ഇഷ്ടത്തോടെ അവർക്ക് നൽകിയത്. അതൊന്നും ഇവിടെ ഒരു പ്രശ്നമാവില്ല അച്ഛ. പക്ഷേ അച്ഛൻ എന്താവശ്യപ്പെട്ടാലും ഞാൻ ഒന്നിനും വരില്ല. പകരം അച്ഛനെ വഴക്ക് പറയാനും പിന്തിരിപ്പിക്കാനും മാത്രമേ ഞാൻ ശ്രമിക്കുള്ളൂ. അച്ഛൻ നോക്കിക്കോ, നമ്മുടെ ഈ ആവശ്യം അവർ അംഗീകരിക്കും. മോക്ക് അത്രയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അച്ഛൻ ചോദിക്കാം. സകലതും കൈവിട്ട അച്ഛൻ ഇപ്പൊ നിൽക്കുന്നത്. ഇനി മുതൽ ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് അച്ഛൻ നോക്കിക്കോ. ഭാവന ഒരിക്കലും സൂര്യയോടൊത്ത് സന്തോഷത്തോടെ ജീവിക്കില്ല. ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഹോസ്പിറ്റലിൽ ജയയുടെ അവസ്ഥ എന്താന്ന് വിളിച്ച് ചോദിക്കട്ടെ മോളെ? വേണ്ടമ്മേ. മാനസികമായി തകർന്നിരിക്കുന്ന നമുക്കിപ്പോ ആരുടെയും ഒരു വിവരം അറിയാൻ താല്പര്യമില്ല. ആന്റി ബോധം കെട്ട് വീണത് അസുഖം കൊണ്ടാവില്ല. പ്രതീക്ഷിക്കാതെ ഭാവനയെ സൂര്യ താലി കെട്ടിയതുകൊണ്ടാവും. അതിലൊരു സംശയം വേണ്ട. എന്നാലും അവസാന നിമിഷം നമുക്ക് ഈ ചതി പറ്റിയല്ലോ. ഭാഗ്യവും നിർഭാഗ്യവും ഒരുപോലെ വേട്ടയാടുന്നൊരു പെണ്ണാണുമേ ഈ ഭാവന. അതുകൊണ്ടാ ഭാഗ്യം ഇപ്പൊ അവളെ തുണച്ചത്. പക്ഷെ അവളെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല. മോള് ധൈര്യമായിട്ടിരിക്കേ. ഈ അച്ഛനും അമ്മയും മോടെ കൂടെ തന്നെ ഉണ്ട്.
വേണ്ടി വന്ന ഭാവനെ തട്ടിയിട്ട് നിന്റെ കഴുത്തില് സൂര്യയെ കൊണ്ട് താലി കെട്ടിക്കും. അച്ഛൻ വെറുതെ വേണ്ടാത്തതൊന്നും ചിന്തിക്കണ്ട. ഭാവനെ കൊല്ലാൻ നോക്കിയവരൊക്കെ വീണുകൊണ്ടിരിക്കുന്നത് അച്ഛൻ കാണുന്നതല്ലേ. അതുകൊണ്ട് ഈ തൊല്ലലെ കൊല്ലലൊക്കെ വിട്ടിട്ട് മറ്റു വല്ല വഴിയും നോക്ക്. എന്തായാലും മോള് പറഞ്ഞ പോലെ ആദ്യം നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാം, ബാക്കിയെല്ലാം പിന്നീട്. അതെ അച്ഛാ, ഇന്ന് നമ്മൾ എന്താവശ്യപ്പെട്ടാലും അവർ തള്ളിക്കളയില്ല. അത്രമാത്രം വിഷമം നമുക്കുണ്ടെന്ന് അവർക്കറിയാം. ഈ വീട് തന്നെ നമ്മൾ ചോദിക്കണോ? ചോദിക്കണോ അമ്മേ? ഒന്നുമില്ലെങ്കിലും അച്ഛന്റെ കുടുംബ വീടുള്ള സ്ഥലമല്ലേ. ഇതൊരു അവസരമായിട്ട് കണ്ട് ചോദിക്കുക തന്നെ വേണം. ഞാൻ എന്തായാലും ചോദിക്കും മോളെ. പണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. ചിലപ്പോ ദൈവമായിട്ട് എനിക്കൊരു അവസരം തന്നതാണെങ്കിലോ. മോള് സമാധാനപ്പെട്. നീ പോയി ഈ വേഷമൊക്കെ ഒന്ന് മാറങ്ങോട്ട്. ഇതാ അമ്മ ദൈവത്തിന്റെ തീരുമാനം. അവസാന നിമിഷം എല്ലാം മാറി മറിയുന്നു ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? സത്യം പറഞ്ഞ ഞാൻ വെറുതെ ആഗ്രഹിച്ചതാ മായേച്ചി. ആ നിമിഷം ഭാവനേച്ചി സൂര്യേട്ടൻ താലി കെട്ടിയിരുന്നു എങ്കിലെന്ന്. എല്ലാവരുടെയും സ്വപ്നവും പ്രാർത്ഥനയോ ഇന്ന് സഫലമായത്. ആ മാനസികാകെ തകർന്നു. അവളൊട്ടും പ്രതീക്ഷിച്ചില്ല. അവൾക്ക് കാര്യങ്ങളുടെ ഗൗരവം അറിയാവുന്നതുകൊണ്ട് പ്രശ്നമില്ല സേതോട്ട. എന്തായാലും ചേച്ചിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായില്ലേ? അവരെ പിരിക്കാൻ ഒരിക്കലും ആർക്കും കഴിയില്ലെന്നോ ഇന്നത്തോടെ എല്ലാവർക്കും ബോധ്യായി. വല്യമ്മയുടെ വല്യച്ഛന്റെ മുഖം ഒന്ന് കാണുമായിരുന്നു. രണ്ടുപേരും ആഹാരം പോലും കഴിക്കാതെ മുങ്ങിയത്. ഇതൊക്കെയാണ് അമ്മേ ഭാഗ്യം എന്ന് പറയുന്നത്. പെങ്ങക്ക് പെങ്ങളുടെ അച്ഛന്റെ കാവലുണ്ടെന്ന് എപ്പോഴും പറയാറില്ലേ? ഇന്നാണ് ആ കാവൽ തുണയായിട്ട് മാറിയത്. രമേശേട്ടൻ പറഞ്ഞ സത്യം. അച്ഛന്റെ സാമീപ്യം നമുക്ക് എപ്പോഴും വീട്ടിലുണ്ട്. ഈശ്വര, ജയിക്കും കൂടി നീ ദീർഘായുസ് കൊടുക്കണേ. എന്റെ മോളുടെ പരിചരണം കൊണ്ട് ജയ ജീവിതത്തിലേക്ക് തിരികെ വരണം. ഹോസ്പിറ്റലിലെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞില്ലല്ലോ. ഒന്ന് വിളിച്ചു നോക്കിയാലോ നമുക്ക്? അത് വേണ്ട, നോക്കട്ടെ. എന്തായാലും ഭാവനയെങ്കിലും വിളിക്കാതിരിക്കില്ലല്ലോ. നമ്മൾ എത്രയൊക്കെ സ്വപ്നം കണ്ടിട്ടും അവസാനം നടന്നു കണ്ടില്ലേ? സത്യം പറഞ്ഞ ആ ഞെട്ടലിൽ നിന്ന് ഞാൻ ഇപ്പോഴും മാറിയിട്ടില്ല. പാപ്പേട്ടാ, എന്റെ ബലമായ സംശയം ഭാവന മനഃപൂർവ്വം വീൽ ചെയർ കയറി ഇന്നായിരിക്കും ജയനിർമ്മലക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടി. പറയാൻ പറ്റില്ല ജാനകി, അവള് സകല തന്ത്രവും പഠിച്ചവളാ. അങ്ങനെയാവാനാണ് കൂടുതൽ സാധ്യത പാപ്പേട്ട. അല്ലെങ്കിൽ ഇത്ര ആരോഗ്യത്തോടെ അവൾ എണീറ്റ് നിൽക്കില്ല. ഇനിയിപ്പോ അവളുടെ ജാടയും സംസാരമൊക്കെ കാണേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോഴാ സഹിക്കാൻ പറ്റാത്തത്. കുറച്ച് കൂടുതൽ സന്തോഷിച്ചപ്പോഴേ ഞാൻ കരുതിയതാ ഇനി കരയേണ്ടി വരുമെന്ന്. ആ ഭാവന ഞാൻ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കിയതാ. ഇനി കാണുമ്പോ അവളെല്ലാം തിരിച്ചു പറയില്ലേ? ആ പൂജ അർജുനും വന്നപ്പോഴേ എന്തോ പന്തികേട് തോന്നിയതാ. ചിലപ്പോ നീ പറഞ്ഞ പോലെ ഭാവനയെ സൂര്യയോട് കളിച്ച നാടകമാണോ ഇത്? ചിലപ്പോ ആയിരിക്കും പപ്പേട്ട. അല്ലെങ്കിൽ സിനിമയെ കാണുന്നത് പോലെ താലി കെട്ടുന്ന സമയത്ത് തന്നെ അവൾ എഴുന്നേറ്റ് നിൽക്കൂ. ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് കാര്യം? അവള് വീണ്ടും സൂര്യയുടെ ഭാര്യയായില്ലേ? നമ്മള് മര്യാദക്കിരുന്നാ മതിയായിരുന്നു. പോലീസിൽ പരാതി കൊടുക്കാനും ലീഗലായിട്ട് അവരെ കല്യാണം കഴിപ്പിക്കാനും പോകേണ്ട കാര്യമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും ഭാവന വീൽ ചെയറിൽ തന്നെ ഇരിക്കുമായിരുന്നു. ശരിയാ പപ്പേട്ട, ആ ജയനിർമ്മലയുടെ വാക്കും കേട്ട് വേണ്ടാത്ത പണിക്ക് പോകണ്ടായിരുന്നു. ഇതിപ്പോ മൊത്തത്തിൽ തിരിച്ചടിയാണല്ലോ കിട്ടുന്നത്. ഭാവനയെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്കെല്ലാം 8ന്റെ പണിയാണല്ലോ കിട്ടുന്നത്. ആ ശ്രീറാം ഡോക്ടർ ഹോസ്പിറ്റലിന്റെ പുറത്തായി. ഭർത്താവാണെന്ന് പറഞ്ഞു വന്ന് നിരഞ്ജന അകത്തായി. അനിരുദ്ധനും മോളും അകത്തായി. അംബാലിക അകത്തായിട്ട് പുറത്തു വന്നു. ജയക്കാണെങ്കിൽ മാറാരോഗമായി. ഇനി അടുത്ത കൂടെ നമ്മൾ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ജാനകി. നീ ഒന്ന് ആലോചിച്ചു നോക്കി. എന്റെ നെഞ്ചിലൊരു വെപ്രാളം പോലെ തോന്നുന്നു. അതിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ടാ. നീ ധൈര്യമായിട്ടിരിക്കെ. ഇത്ര പേടിക്കാനെന്തിരിക്കുന്നു? എന്നെ കണ്ടില്ലേ? നല്ല ധൈര്യമാ. എനിക്ക് അത്ര ധൈര്യമൊന്നുമില്ല. അതുകൊണ്ടാ. അത് തന്നെ എന്റെ കുഴപ്പം. ഇത്ര ധൈര്യമുള്ള ആളാണോ?
പപ്പേട്ടാ എഴുന്നേക്ക്. പപ്പേട്ടാ, പപ്പേട്ടാ എഴുന്നേറ്റ്. പപ്പേട്ടാ, എഴുന്നേക്ക്. അയ്യോ, എന്താ ഞാനിത് പറ്റിയെ? എവിടെയാ? കൊള്ളാം, നല്ല ആളാ. എനിക്ക് ധൈര്യം തന്നിട്ട് പപ്പേട്ടൻ അങ്ങ് വീഴുമായിരുന്നു.